പെട്ടെന്നല്ല, എല്ലാം ഓരോരുത്തരും വരുന്നതും പോകുന്നതും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും. നിങ്ങളിവിടെ വന്നത് പെട്ടെന്നല്ല. അതിന്റെ കാരണം കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു ഇടതുപക്ഷ മനസ്സായിരുന്നു. അങ്ങനെയാണ് പലരും ഇടതുപക്ഷത്തോടൊപ്പം വന്നിട്ടുള്ളത്. ആ ഇടതുപക്ഷ മനസ്സുമായി നടക്കുന്ന അദ്ദേഹം ആ ഇടതുപക്ഷ മനസ്സിന് ഒരു സ്ഥാനം കണ്ടെത്തിയത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ്, CPM-ലാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഒരു വൻതുക ശമ്പളം പറ്റി പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ ജോലി ഉപേക്ഷിച്ച് സാമൂഹ്യ സേവനത്തിന് ഇറങ്ങിയല്ലേ? ആ മാഹാത്മ്യത്തെ എന്തുകൊണ്ട് കാണുന്നില്ല? നിങ്ങൾ ആ മാഹാത്മ്യത്തിന് പ്രാധാന്യം കൊടുക്കണം. എല്ലാവരുടെയും സഹായവും സഹകരണവുമാണ് വേണ്ടത്. അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്. ഒരു സങ്കുചിത വലയത്തിനകത്തല്ല, വിശാലമായ ഒരു മനസ്കഥയുടെ ഉടമയാണ് അദ്ദേഹം. എല്ലാ പാർട്ടിയിലും പെട്ടവരും ഒരു പാർട്ടിയിൽപ്പെടാത്തവരും എല്ലാ ജാതിമത വിശ്വാസികളും എല്ലാവരും സഹായിക്കുന്ന, എല്ലാവരും പിന്തുണ നൽകുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. ഒന്നുമല്ല, നല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥി, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, ജനങ്ങളുടെ പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് മത്സരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഡോക്ടർ സരിനുമായിട്ടൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങളും മാറും. തെറ്റിദ്ധാരണ വെച്ചു പുലർത്തവരുടെ അഭിപ്രായം മാറും. സരിൻ ജയിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കും. ഞാൻ അദ്ദേഹവുമായിട്ട് ഇവിടെ വന്ന് ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹവുമായിട്ട് കാരണം ഇവിടെ ഒട്ടനവധി സഖാക്കൾ, പാർട്ടി പ്രവർത്തകന്മാർ പാർട്ടിയിലേക്ക് വരുന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തരുമായിട്ടൊന്നും ഞാൻ സംസാരിക്കാറില്ല. സാധിക്കില്ല, നിങ്ങൾക്കറിയാം. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു, ഇന്ന് സംസാരിച്ചിരുന്നു. ഇന്ന് ഞാൻ ഇവിടെ വന്ന് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം ഈ സ്ഥാനാർത്ഥിയാകുമ്പോൾ തന്നെ എന്നെ വിളിച്ചിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനന്ന് ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു, കേരളത്തിൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ, അദ്ദേഹം വിളിച്ചതായിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറുണ്ട്. അതിനുശേഷം അദ്ദേഹം അൻവറിന് ഏതെങ്കിലും ഒരാൾക്ക് പകരം വേറൊരാളാകുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. എല്ലാ മനുഷ്യനും പ്രത്യേക വ്യക്തിത്വമുണ്ട്. ഇവിടെ നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സവിശേഷത ഉയർത്തിപ്പിടിക്കൂ. നിങ്ങൾ അദ്ദേഹത്തിന് താരതമ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഗുണകരമാണോ? നിങ്ങളെന്തുകൊണ്ട് എന്നോടൊപ്പം എന്ന് ചോദിക്കാത്തത്, നിങ്ങളോടൊപ്പമാണെന്ന് ചോദിക്കാത്തത്? നിങ്ങളുടെ വ്യക്തിത്വം കുറഞ്ഞതുകൊണ്ടാണോ? ഓരോ മനുഷ്യനും അവരവരുടേതായിട്ടുള്ള പ്രത്യേകത